നിങ്ങൾ ആ ജംഗ്ഷനിൽ വന്നാ? അതെ, ജംഗ്ഷനിൽ വന്നിട്ട് അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരാൻ നേരത്ത് വലിയ പൊക്കമൊന്നും ഇല്ലാത്ത ഒരു 2 നില കൊച്ചു വീട്. 2 നില. എന്റെ വീടിന്റെ അത്ര ഒന്നും വരുത്തൊന്നുമില്ല, അല്ലാത്തൊരു വീട്. അതിന്റെ ഫ്രണ്ടില് പണക്കാരനാണെന്ന് തെളിയിക്കാനായിട്ട് അതുപോലത്തെ ഡ്രസ്സ് ഇട്ടോണ്ടിരിക്കുന്ന ഒരു മക്കാവോ തത്ത ഇരിപ്പുണ്ട്. ആ മക്കാവോ തത്ത വായിൽ ഒരു പൈപ്പ് കടിച്ചു വെച്ചോണ്ടിരിപ്പുണ്ട്. അയ്യോ, പഞ്ചായത്ത് പൈപ്പല്ല, മറ്റേ ഈ ജോസ് പ്രകാശ് ഒക്കെ വായി കടിച്ചു വെച്ചിരിക്കുന്ന പൈപ്പില്ലേ, അങ്ങനെ ഒരു മക്കാവോ. അത് തന്നെ ആ മക്കാവോ തത്ത. അതിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന വീടാണ് എന്റേത്. ആരാണ് മക്കാവത്തത്ത? നിനക്ക് എന്താണ് കുഴപ്പം? ഞാനാ മക്കാവത്തത്ത? ഇല്ലല്ലാതെ. ഞാനല്ല, നിന്റെ അച്ഛനാണ് മക്കാവത്തത്ത. എനിക്ക് പറയണമെന്നുണ്ട്. നിന്റെ അച്ഛനും എന്റെ അച്ഛനും കൂടെ ഒന്നായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സംഭവം ശരി തന്നെയാണ്, പറയണ്ട. പോലീസിനെ വരെ ബഹുമാനിക്കാൻ പഠിക്കണ അതിയൊക്കെ. ഏതോ തിമിംഗലത്തിന്റെ ആൻഡ്രൂസ് കിട്ടി രക്ഷപ്പെട്ടു, അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടൊരാള്. ആൻഡ്രൂസ് അല്ല, ആംബർജീസ്. അങ്ങനെ അത് തന്നെ തിമിംഗലത്തിന്റെ ഛർദി. അത് കിട്ടിയിട്ടല്ലേ താൻ ഇത്രയും വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. നാട്ടുകാർ എന്നെ വിളിക്കുന്ന കോടീശ്വരൻ വിളിക്കുന്ന നാട്ടുകാർ അറിയാം. നാട്ടുകാരെന്തോ പറയണെന്നറിയാവാ? ഒട്ടന് ലോട്ടറി അടിച്ചത്. എനിക്ക് ലോട്ടറി അടിച്ച് അതൊക്കെ പോട്ട് അമ്പലത്തിൽ പോയില്ലേ? അങ്ങനെ മനസ്സിലായി. ചെരുപ്പ് കാലി കിടക്കണം. അമ്പലത്തിൽ പോയാൽ മാത്രം പുതിയ ചെരുപ്പ് കാലം വരത്തുള്ളൂ. ക്ഷമിക്കണം. വലിയ കടയിൽ നിന്ന് മേടിച്ച ചെരുപ്പ് ഓക്കെ. പള്ളി പോയാൽ കിട്ടത്തില്ലേ? അതിന് കിട്ടാത്ത കാര്യമാണ്. ചുമ്മാ എല്ലാവരും അതിന് ആവശ്യമില്ലാത്ത വർത്താനൊന്നും പറയാതിരിക്കരുത്. നിനക്ക് രാവിലെ എന്താണ് കുഴപ്പം? നിനക്ക് കുഴപ്പം എനിക്ക് പൈസ കൂടിപ്പോയതാണ് നിനക്ക് കുഴപ്പം. പൈസ കൂടിപ്പോയതാ? ചേട്ടായി ഒരു കാര്യം അറിയിക്കണം. കാര്യം നിങ്ങൾ എന്റെ ചേട്ടൻ, ഞാൻ നിങ്ങൾ അനിയനുമാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ, ഞാൻ ഈ കുഞ്ഞു വീട്ടിൽ താമസിക്കും, നിങ്ങൾ ആ വലിയ വീട്ടിൽ താമസിക്കും. ഇപ്പൊ റോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വീട് നിൽക്കുന്നതുകൊണ്ട് എന്റെ ഈ കുഞ്ഞു വീട് കാണാൻ പറ്റത്തില്ല. വരുന്നവരുടെ കല്ല് അടയാളം നിങ്ങളുടെ വീട് പറഞ്ഞു കൊടുക്കണം. അതിന്റെ ടെൻഷന് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് പൈസ ഉണ്ടായതുകൊണ്ട് ഞാൻ വലിയ വീട് വെച്ച്. പൈസ ഉണ്ടായിട്ട് വലിയ വീട് വെച്ചത്? ആ വീട് നിൽക്കുന്നതുകൊണ്ട് എന്റെ ഈ കുഞ്ഞു വീട് ആർക്കെങ്കിലും ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഈ അടയാളം പറഞ്ഞോണ്ടല്ലേ ഞാൻ ജീവിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ചേട്ടൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കോ, അതുകൊണ്ട് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ആ ഫ്രണ്ടിലുള്ള സ്ഥലമില്ലേ, അത് ഞാൻ എന്റെ പേരിലോട്ട് എഴുതിയെടുക്കാനൊക്കെ തീരുമാനിച്ചു. ഓ, ഒരു കട വെച്ച് സെറ്റിൽ ആവാനുള്ള പരിപാടി ആയിരിക്കും അല്ലേ? കടയൊന്നും അല്ല, പിന്നെ ഞാൻ ഇതിനെക്കാട്ടിലും വലിയ വീട് വയ്ക്കൂ. ഒരു ഫ്ലെക്സ് അടിക്കും. എന്റെ വീടിന്റെ പടം, ബാലന്റെ വീട് തൊട്ട് പുറകിലുണ്ടെന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് ഞാൻ നിങ്ങളുടെ വീട്ടില് ഫ്രണ്ടിൽ അടിച്ചു വെക്കും. അപ്പൊ എന്റെ വീട് മറന്നു പോണം. തരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് അത് എനിക്ക് തരാനായിട്ട് വയ്യ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ചേട്ടായി, എന്റെ കയ്യിലും ഉണ്ടായിരുന്ന ഒരുപാട് സ്വത്തും പണവും. ഈ സ്വത്തും പണവും എന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ ഒരുപാട് പേര് വരുമായിരുന്നു. ആന വരുമായിരുന്നു, അമ്പാരി വരുമായിരുന്നു, എന്തൊക്കെ പറയാൻ. വീടിന്റെ വാതിക്ക് എത്രയോ മൈലുകൾ വന്ന് നിരന്നു നിൽക്കും. ഈ മൈലുകൾക്കെല്ലാം ദിവസേനയുള്ള ആഹാരം ഞാൻ കൊടുക്കുമായിരുന്നു. ആ സന്തോഷത്തിൽ മൈലുകൾ എന്നെ പീലി വിടർത്തി ആട്ടിക്കാടിക്കുമായിരുന്നു. എന്തു പറയാൻ, ഒരു സമയത്ത് എന്റെ ആ സമ്പത്തുകളെല്ലാം വിട്ടുപോയി. മൈലുകളൊന്നും വരുന്നില്ലേ? ഇപ്പൊ ഒറ്റ മൈലുകൾ എന്നെ തിരിഞ്ഞു നോക്കുന്നത് പോലും ആ ഒരു വിഷമത്തിൽ നടക്കുന്ന ഒരാളാണ്, മനസ്സിലായോ? പക്ഷെ ചേട്ടായി ഒരു കാര്യം മനസ്സിലാക്കണം, ചേട്ടായി ഞാൻ ഒരേ മനസ്സോടുകൂടി ജീവിച്ച ആളാണ്. അതൊക്കെ ശരിയെന്നെ. 2 പെണ്ണുങ്ങൾ ഈ വീട്ടിൽ വന്ന് കയറി, എന്റെ ഭാര്യ ചേട്ടായിയുടെ ഭാര്യ വന്ന് കയറിയതിനു ശേഷമാണ് ചേട്ടായി നമ്മൾ രണ്ടുപേരും രണ്ടായത്. ഈ കുഞ്ഞു വീട്ടിലല്ലേ നമ്മൾ താമസിച്ചത്? അതൊക്കെ ശരിയെന്നെ. നമ്മുടെ പെണ്ണുങ്ങൾ വന്ന് കയറിയതിനു ശേഷം 2 കലത്തിലായി ചോറോട്. അങ്ങനെ 2 കുടുംബമുണ്ട് നമുക്ക്. എന്നിട്ട് ചേട്ടായി നമ്മൾ ഒരു പായിൽ കിടന്നിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ ഉണ്ട് കിടന്നവരാ. എന്നിട്ട് ചേട്ടായിക്ക് വലിയ വീട്, എനിക്ക് ചെറിയ വീട്. 2 കലത്തിൽ നമ്മൾ ചോറ് വെച്ച് ചേട്ടായി, 2 കലത്തിൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിൽ ഒരു കലം ചോറ് ഈ വീടിന് കൊടുത്ത് ഞാൻ വളർത്തി വലുതാക്കറാ. നീ വലിയ വീടും ചെറിയ വീടും പൈസ ഉണ്ടെങ്കിൽ വലിയ വീട് ഞാൻ വെക്കും. നിനക്ക് എന്തൊക്കെ പറഞ്ഞത് ശരി. ഞാൻ ഒരു തീരുമാനിച്ചുള്ള കാര്യമാണ്, ഫ്രണ്ടിൽ 2 സെന്റ് സ്ഥലമുണ്ട്. ആ 2 സെന്റ് സ്ഥലത്തിൽ ഞാൻ ഫ്ലക്സ് അടിച്ചു വെക്കും. ഞാൻ തരത്തില്ലേ? ഞാൻ ഒപ്പിടണ്ടേ നിനക്ക് തരേ? എന്നാ ഞാൻ ഇങ്ങോട്ട് ഒരാളെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. ആരെ വിളിക്കുന്നു? ആളിവിടെ വന്നു കഴിഞ്ഞാലില്ലേ, നിങ്ങൾ വാപത്ത് നിൽക്കും. അയ്യോ, വാപത്തു? ഏതാ ആള്? കട്ടപ്പനയുള്ള ഗോപിമാമൻ. ഗോപിമാമന്റെ പേര് പറഞ്ഞപ്പോഴേ വാപത്ത് കണ്ട പേടിച്ചു. നിങ്ങൾ പേടിച്ചതല്ലെന്ന്. പണ്ടേ എന്റെ സ്വർണ്ണപ്പല്ല് നോക്കി വെച്ചിരിക്കുക, അടിച്ചിട്ട് പോകും. അതിന്റെ പേര് എനിക്കുണ്ട്. നിന്റെ മാമൻ എനിക്കറിയാലോ. എന്റെ മാമൻ വരും. എന്റെ മാമന് നോക്കിക്കോളാം. നിന്റെ മാമൻ വരുമ്പോ നിന്റെ മാമനെടുത്ത് കഴുത്തി പിടിച്ചിട്ട് പൊട്ടിക്കും. എന്നിട്ട് നിന്റെ മാമനെ കൂനിച്ച് നിർത്തും. എന്നിട്ട് മൂട്ടിനൊരു തട്ട്. എന്നിട്ട് താണ്ടേ നിന്റെ മാമനെ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ഏത് മാമനും വീടാ നാലാമല. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്കടാ. നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അവിടെ റെസിഡൻസ് അസോസിയേഷന്റെ സ്വിമ്മിംഗ് പൂള് ഞാനല്ലേ നോക്കുന്നേ? ഉദ്ഘാടനം അല്ലേ, അത് ഞാനല്ലേ നോക്കുന്നേ? പണ്ട പാറക്കുറെ കുളിച്ചോണ്ടിരുന്ന പെണ്ണുങ്ങളെ നോക്കി ഇപ്പൊ സ്വിമ്മിംഗ് പൂളുള്ള പെണ്ണുങ്ങൾ നോക്കാനായിട്ട് പോകും.
ബാല നീ എന്നോട് അല്ല മാമ, ബാല നീ എന്നോട് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ മാമ. എടാ കുളിക്കടവിന് പെണ്ണുങ്ങളെ ചരുവത്തിനടി കിടന്ന നിന്നെ ഞാനാണ് വീട്ടിക്കൊണ്ടാക്കിയിട്ടുള്ള പലപ്പോഴും നീ എന്നോട് മാമ എന്താ വിളിപ്പിച്ച കാര്യം പറ. മാമൻ എന്റെ അവസ്ഥ അറിയില്ല മാമ. എന്റെ വീട് നോക്കിയ മാമ കുഞ്ഞു വീട്, ചേട്ടായിയുടെ വീട് നോക്കിയ വലിയ വീട്. മാമൻ ആ സ്ഥലത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. മാമൻ ചേട്ടായിട്ട് ചോദിക്കും, മാമ ചോദിക്കും. ഇതെന്തോന്നറേ പണക്കാരന്റെ വീട്ടിൽ കിടക്കുന്ന മണിയനീച്ചേ വരുന്നവന് അല്ല ദാസപ്പ ഞാനേ ദാസപ്പനല്ല, പിന്നെ ഏകദാസ്. ഏകദാസ അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത്. ഇപ്പൊ പണം ഉണ്ടായപ്പം പേരിന്റെ അറ്റത്ത് കിടന്ന അപ്പനെ മാറ്റിയിട്ട് ഫ്രണ്ടിൽ ഏക കയറ്റിയ. അല്ല അത് അങ്ങനെയാണ് എന്റെ പേര്. അങ്ങനെയാണ് എന്റെ പേര്. നമ്മള് കൂടിയ സെറ്റപ്പ് അല്ലേ പാലായിട്ടാണല്ലേ മാമൻ ഇനി വന്നേ മാമ. എന്താ മാമ ചോദിക്കാനായിട്ട് ചോദിക്കാതെ തന്നെ ആ ഒരു പേക്ക് തന്നില്ലേ, വീണ്ടും ചോദിക്കണം. അങ്ങനെ പെറ്റിന്റെ കാര്യം ചോദിക്കാനാണോ ഞാൻ പറഞ്ഞത്? മാമ സ്ഥലത്തിന്റെ കാര്യം ചോദിക്കാനായിട്ട് ചോദിക്കുന്നു. കാളിദാസാ? കാളിദാസ് അല്ലേ, ഏകദാസ്. എന്തെങ്കിലും ദാസാ. നമുക്ക് ഈ 2 സെന്റ് വസ്തു ഇവന്റെ പേരിലുണ്ടല്ലോ, ഈ വീടിന്റെ ഫ്രണ്ടില്, അത് കൊടുക്കണം എന്റെ പേരിൽ. അത് പറയാനാണ് മാമൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മാമൻ വിട്ടോ. വിട്ടോ. മാമനെ ഇറക്കി വിടുന്ന ഈ നിൽക്കുന്ന മാമൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പണ്ട് സ്കൂളിൽ പഠിച്ചോണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് മാമിയുടെ വീട്ടിൽ നിന്ന് പഠിച്ചോണ്ടിരുന്ന ഏട്ടായി ഒന്നും അറിയിച്ചിട്ടില്ല. എന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്ന എന്റെ മാമനായിരുന്നു. മനസ്സിലായോ? സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വന്ന സമയത്ത് അച്ഛനും അമ്മയും അല്ല എനിക്ക് ഒപ്പിടാൻ വന്നത്. എന്റെ ഈ നിൽക്കുന്ന ഗോപി മാമനാണ് എന്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനായിട്ട് വന്നത്. മനസ്സിലായോ? എന്നിട്ട് ഒപ്പിടാൻ വേണ്ടി ഞാൻ അകത്ത് കയറി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും മാമനെ കാണാനില്ല. കഞ്ഞിപ്പരലിൽ സർല ചേച്ചിയുടെ കൊടുത്തുണ്ട് കഞ്ഞി ഇളക്കിക്കൊണ്ട് നിന്റെ ആ പ്രോഗ്രസ് കാർഡിലെ മൊത്തം മുട്ടയെ കണ്ടോണ്ട് ഞാൻ എങ്ങനെയാണ് ഒപ്പിടുന്നത് മാമ? എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ എന്തോ പറഞ്ഞെന്നറിയാമോ? സർല ചേച്ചി വിളിച്ച് അരിച്ചാക്കൊന്ന് തലയെ പൊക്കി ചപ്പുറത്തോട്ട് വെച്ചു കൊടുക്കാൻ പോയതാണ്. തലയെ പിടിച്ച് വെച്ചെന്നാ? ചാക്കല്ല തലയിലായത്. സരള മാമി. ഇപ്പൊ നമ്മുടെ മാമിയാരാണ് സരള. വീട്ടിൽ പോട്ട്. പക്ഷെ അതിനുശേഷം ഒരിക്കലും പിന്നെ സ്കൂളിലോട്ട് പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനായിട്ട് വിട്ടിട്ടില്ല മാമി. എന്താ കാര്യം എന്നറിയാമോ? ചാക്ക് വീണ്ടും ആരെങ്കിലും തലയെ വെച്ച് കേട്ടാനായിട്ട് കഞ്ഞിപ്പറൽ ഓടി കയറുന്നത് അറിയാം. അതുകൊണ്ട് ആ മാമനാണ്. ആ മാമനെ കുറിച്ച് ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയാനായിട്ട് നിൽക്കരുത്. 2 സെന്റ് വസ്തു ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞാൽ 2 സെന്റ് വസ്തു എഴുതി കൊടുത്ത പ്രശ്നം തീർന്നില്ലേ? ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസ എന്നറിയാമോ? എന്റെ അറബിയാണ് എന്നെ പണിക്ക് പോലും വിടില്ല, അറിയാമോ? എന്നെ കൊണ്ട് പല രാജ്യങ്ങളിലും കാറിൽ പോകും, എന്നിട്ട് റൂം എടുത്ത് താമസിക്കും. റൂമിന് പൈസ കൊടുക്കും, എനിക്ക് പൈസ തരും. അടുത്ത രാജ്യത്ത് പോകും, റൂമിന് പൈസ കൊടുക്കും, എനിക്ക് പൈസ തരും. അങ്ങനെ മേടിച്ച പൈസ ഇടാം, റൂം എടുത്തിട്ട് പൈസ ഇടാം. പൈസ കിട്ടിയത് കിട്ടി, എന്തിനാതൊക്കെ പറഞ്ഞോണ്ട് നടക്കണം? അവന്റെ ആവശ്യമില്ല. നീ ആ 2 സെന്റ് വസ്തു എഴുതി കൊടുക്കാം അവന്റെ പേരിൽ. വസ്തു കൊടുക്കാൻ പറ്റില്ലെന്ന് ഒരു സെന്റിന് 1 കോടി പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. മാമനെ ആലോചിച്ച് നോക്കിയേ. എന്റെ വീട് കുഞ്ഞു വീട്, ഈ വീട് നോക്കിയ വലിയ വീട്, ഈ വീട് വലിയ വീട്, എന്റെ വീട് കുഞ്ഞു വീട്. ഞാൻ പിടിച്ച് വലുതാക്കാൻ പറ്റുമോ? ഇത് അവൻ പണിഞ്ഞു വെച്ചാൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂടാ? മാമ വേറൊന്നുമല്ല, ഈ സ്ഥലം എന്റെ ഈ കിട്ടിയ എന്റെ ഒരു ഐഡിയ ഉണ്ട്. ഈ സ്ഥലം കിട്ടിക്കഴിയുവാണെന്നുണ്ടെങ്കിൽ എന്റെ വീട് ഇപ്പൊ ഈ വീട് നിൽക്കുന്നോണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഫ്രണ്ടിലുള്ള സ്ഥലത്തിൽ ഞാൻ വലിയൊരു ഫ്ലെക്സ് വെച്ച് കെട്ടും. ആ ഫ്ലെക്സിൽ ബാലന്റെ വീട് പുറകിലോട്ട് എഴുതുമ്പോ എന്റെ വീട് ഫ്രണ്ടിലാവും, ഇയാളുടെ വീട് പുറകിലാവും, എന്റെ വീട് ബാക്കിലോട്ടല്ലോ. ഈ കർക്കിടക മാസത്ത് എവിടെ നിന്ന് കിട്ടി? എന്തോന്ന് കഞ്ചാവ്? ഇവിടെ എന്തോ ഈ പറയുന്നത്? അവിടെ ഫ്ലെക്സ്, ഇവിടെ ഫ്ലെക്സ്, വീട് പുറകിലാവും. എന്താ മനസ്സിലായില്ല? അവൻ ആ 2 സെന്റ് പെരടം ഞാൻ കൊടുക്കത്തില്ല. അതിനാണ് മാമനെ വിളിച്ച് വരുത്തിയിരിക്കുന്നത്. ഞാൻ തരത്തില്ല. അവൻ കഷ്ടപ്പെട്ടല്ലേ വീട് വെച്ചത്, നീ കഷ്ടപ്പെടണമായിരുന്നു. നീ ജോലിക്ക് പോകണമായിരുന്നടാ. ഞാനാ? ഞാൻ ജോലിക്ക് പോയിരുന്നെങ്കിൽ ഇല്ലേ, എനിക്ക് ജോലി തരുന്ന ആള് എന്നെ ജോലിക്ക് പറഞ്ഞു വിട്ടാലും ജയിലിലാണ്. അതെങ്ങനെയാണ്? ബാലവേല കേരളത്തിൽ നിരോധിച്ചതല്ലേ മാമ? പിന്നെ ഞാൻ എങ്ങനെ ജോലിക്ക് പോകും? എന്റെ മാമനെ ഞാൻ ജയിലിലാക്കണമെന്നാണ് മാമനി പറയുന്നത്. ബാലവേല ചാരായം നിർത്തിയത് നീ അറിഞ്ഞായിരുന്നാടാ? നിർത്തിയാ? എപ്പാ? ആര്? ആന്റണി സർക്കാർ ചാരായം നിർത്തി നീ അറിഞ്ഞായിരുന്നാ? ആന്റണി എപ്പാ? ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായ കാര്യം. നമുക്ക് എത്രയും പെട്ടെന്ന് 2 സെന്റ് വസ്തു കൊടുക്കില്ല. കാരണം അത് 1 കോടി ഒരു സെന്റ് ആൾക്കാർ. അല്ല അത് കൊടുക്കണം. ചാരായം എന്തിനാ ബാബു ആന്റണി നിർത്തിയത്? അത് വേറെ പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കേട്ടോ. അതായത് നീ ജനിച്ച ശേഷം നിന്റെ അച്ഛൻ പറഞ്ഞ് 10 വർഷം ഗൾഫിൽ പോവാന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അളിയാ പോണ്ട, ഞാൻ ഇവിടെ കൊപ്രാക്കളത്തി ജോലി മേടിച്ചു കൊടുക്കാന്ന്. ആ ജോലി മേടിച്ചു കൊടുത്തതാണ് താണ്ട ഈ ആന്റണി സർക്കാർ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ഞാൻ അതിന്റെ ആവശ്യം എന്തോ? ഇത് ഞാൻ എഴുതി കൊടുക്കും. ഇത് 1 കോടി 1 സെന്റ് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. അപ്പൊ 2 കോടി, മൊത്തം 2 കോടി. 2 കോടി ആ ഫ്രണ്ട് കിടക്കുന്ന വസ്തു അതെനിക്കറിയാലോ. 2 കോടി. അപ്പോഴേ ഇത് കൊച്ചു വീട്, അത് വലിയ വീട് മാമ. ഇത് കൊച്ചു വീട്, അത് വലിയ വീട്. 2 കോടി ആണെങ്കിലേ നിങ്ങളുടെ മാമിയില്ലേ, മാമിക്കൊരു ആഗ്രഹം. ശിഷ്ടകാലം നിങ്ങളോടൊപ്പം ജീവിക്കണമെന്ന് മാമിക്കൊരു ആഗ്രഹം. അനന്ത നമുക്ക് വീട്ടിൽ താമസിക്കല്ലോ. വീട്ടിലല്ല, പിന്നെ ആ 2 സെന്റ് വസ്തു മാമിയുടെ എന്റെ പേരിൽ എഴുതി കൂടെ?
ഇനി വന്നേ. മാമന്റെ പേരിൽ എഴുതി തരാനാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. മാമ ഒന്ന് ആലോചിക്ക്, ഇത് കുഞ്ഞു വീട് അതല്ലേ മാമ ഭംഗിയുള്ള വലിയ വീട്. അതിനിപ്പം എനിക്കൊരു ഭംഗിയുള്ള വീട് വേണം. മാമനൊന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു തരണ്ടേ മാമന്റെ അതിനകത്ത് ഭംഗിയുള്ളത് ഇത് വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും വലിയ വീടുണ്ടാവേണ്ട ഒരാളായിരുന്നു ഞാൻ. മനസ്സിലായ? ഞാൻ സ്നേഹിച്ചിരുന്ന പെണ്ണ്, അവളെ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിലില്ലേ ഇതിനെക്കാട്ടിലും വലിയ മണിമാളിക ഞാൻ കിട്ടിയായിരുന്നു മാമ. ഞാൻ ആദ്യം ഒരു പെൺകൊച്ചിനെ സ്നേഹിച്ചല്ലേ, അവക്ക് ഞാൻ നുള്ളിപ്പെറുക്കി അവളെ ഇടിക്കാൻ പറഞ്ഞു എന്തെങ്കിലും സാധനം മേടിച്ചു കൊടുക്കും. നുള്ളിപ്പെറുക്കിയ കാശ് കൊണ്ട് ഞാൻ അവക്ക് ചുരിദാറും ഡ്രസ്സുകളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് നുള്ളിപ്പെറുക്കിയ കാശ് കൊണ്ടാണ് അവക്ക് ഞാൻ കഴുത്തിലിടാൻ മാല വാങ്ങിച്ചു കൊടുത്തത്. നുള്ളിപ്പെറുക്കിയ കാശിനാണ് അവക്ക് ഞാൻ പുതിയ വണ്ടി വാങ്ങിച്ചു കൊടുത്തത്. എന്നിട്ട് അവളെ ഇട്ടിട്ട് വേറെ ഏതോ ഒരുത്തന്റെ കൂടെ പോയി മാമ. അവളെ നുള്ളി പറക്കാൻ നിന്നില്ല, ഉള്ളതും കിട്ടിയോണ്ട് പോയി കണ്ടു. അതിന്റെ കാര്യം മാമ ഞാൻ അതാണോ പറഞ്ഞു വന്നത്? മാമ ഒരു കാര്യം ഞാൻ പറയാണ്. ഇപ്പൊ എന്തായാലും ഞാൻ കല്യാണം കഴിച്ചു. എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണമാണ് വരാൻ പോണത്. മാന്നാറാണ് ചെറുക്കനുള്ളത്. അവരിവിടെ വരത്തില്ലേ മാമ? അവരിവിടെ വരാൻ ചെറുക്കന് നല്ല ജോലിയുണ്ട്. 2 JCB ആണുള്ളത്. ചെറുക്കന്റെ അച്ഛന് 2 JCB, ചെറുക്കന്റെ അനിയന് 3 JCB. എടേ ഈ പെണ്ണിന് വിശക്കുമ്പോ മലയിടിച്ച് തിന്നാ മതിയാ. 3 JCB ഉണ്ടായിട്ട് കാര്യമുണ്ടോ? വരുമാനം എന്തെങ്കിലും വേണ്ടടാ. വരുമാനത്തിനല്ല JCB അവരെടുത്തിട്ടിരിക്കുന്നത്. പിന്നല്ലാതെ JCB 2 സെന്റ് വസ്തുവിന്റെ കാര്യം നീ അതങ്ങ് എഴുതി കൂടി. ചെറുക്കനായിട്ട് ഇങ്ങനെ അവൻ എഴുതി കൊടുക്കാം. വഴക്കിന് വക്കാലത്തിനില്ല, എന്റെ സഹോദരനല്ലേ, ഞാൻ എഴുതി കൊടുക്കാം. പക്ഷെ ഞാൻ പറയുന്ന ജോലി അവൻ ചെയ്യണം. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഡാൻസ് കളിക്കാണെന്ന് എന്നെ കൊണ്ട് 2 കോടിയാണ് സെന്റ്. മാമ ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറ്റുന്നവര് എഴുതി കൊടുക്കണോ? ചെയ്യടാ അങ്ങോട്ട്. ചെയ്യണമെന്ന് വെച്ചാൽ വേണോ കാര്യം? എന്തോ ചെയ്യണ്ടെന്നു പുള്ളി പറയുന്നില്ലല്ലോ. അപ്പൊക്കെ എടുത്തോ, അപ്പൊക്കെ എടുത്തോ. 2 സെന്റ് വസ്തു വെറുതെ കൊടുക്കാൻ പറ്റൂ? മാമച്ചിക്ക് എടുത്തോളൂ, മാമച്ചിക്ക് എടുത്തോളൂ. മാമ പറഞ്ഞോണ്ടാണ് ഈ സാധനം എടുത്ത് കൊടുക്കുന്നത്. പിന്നെ ഓണത്തിന് സൂവിന്റെ അടുത്ത് പറയണം, വീട്ടിൽ വന്നേച്ച് മദ്യപിച്ചുള്ള പരിപാടി വേണ്ട. അതിൽ കൂടി മദ്യം ഒരു അടിച്ചില്ല, അതിന് വിഷയം. ഇവനെ ഈ തുമ്പലെ കിടന്ന് എഴയേണ്ട കാര്യം തോന്നുന്നു. തുമ്പലേ കിടന്ന മൊത്തം തുമ്പലെ കിടന്ന് എഴ കുടിച്ചേച്ച് അതിന്റെ ആവശ്യം. ഇപ്പുറത്ത് കിടന്ന ബഹളം ഉണ്ടാക്കുന്നത് ഭയങ്കര വിഷയങ്ങള്. എന്തെങ്കിലും ഉടനെ ഒഴിച്ച് ഒത്തിരി ഒഴിയല്ലോ. ചെലവ് ഒഴി 40 ചെറുത്ത് കഴിത്താ പായി വെച്ച് തരാം. ഈ ബില്ലൊന്ന് ഒപ്പ് സൈൻ ചെയ്തേക്കണം. ഓ ഓക്കെ. കേട്ടോ ഇയാളെടുത്ത് തിന്നി എന്താന്ന് വെച്ചാൽ ചെയ്യോ. താങ്ക് യു. പെങ്ങളെ ഒരുത്തരെ കെട്ടുന്നുണ്ട് JCB, അതിട്ട് മാന്തി തരാം. അതിട്ട് ഞാൻ മാന്തി തരാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി തരാം. 2 സെന്റ് വസ്തുവിന് വേണ്ട ഞാൻ കൊടുക്കൂല. വസ്തുവിന് കൊടുക്കൂല. ഇയാളെന്തിനാ തരണത്? എന്നെ ആ വസ്തുവൊക്കെ ഇപ്പൊ എന്റെ പേരിൽ എപ്പോഴാ സ്വന്തമായി? കുറച്ചു മുമ്പ് ബില്ലെന്ന് പറഞ്ഞോണ്ടൊരു സാധനം മാമൻ ഒപ്പിടിപ്പിച്ചായിരുന്നാ. താണ്ട മുദ്രപത്രത്തിലാണ് ഒപ്പിട്ട് വാങ്ങിച്ചത്. ഇവിടെ താൻ മണ്ടനാണ്. തനിക്ക് ഈ കാണുന്ന രൂപ മാത്രമല്ല, തനിക്ക് ബുദ്ധിയില്ല. അതുകൊണ്ടാണ് എന്റെ പേരിലായത്. മനസ്സിലായ ബാലദാസ? അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്, അതല്ലേ തന്നെ?